ഹായ്. ഈ വർഷത്തെ ചക്ക സീസൺ തുടങ്ങിയതിൻ്റെ ശേഷം കിട്ടിയ ആദ്യ ചക്ക കേട്ടോ. അപ്പോൾ ചക്ക കിട്ടിയാൽ പിന്നെ പച്ചച്ചക്കയാണെങ്കിൽ പ്രത്യേകിച്ചും വേഗം പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഇപ്രാവശ്യം അതേപോലെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ചക്ക കേട്ടപ്പോഴേ മക്കളൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. അവരാകെ കഴിക്കുന്നൊരു ഇഷ്ടപ്പെട്ടൊരു നാടൻ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചക്കപ്പുഴുക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചക്ക കിട്ടിയപ്പോൾ അത് വെട്ടി വൃത്തിയാക്കി വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല കുക്കറിലേക്ക് അടച്ച് വെച്ച് അത് കത്തിച്ച് അതൊന്ന് 2 വിസിൽ വരുന്ന വരെ അടുപ്പിൽ വെച്ച് അപ്പോഴേക്കും നമ്മുടെ തേങ്ങ, അതിലേക്ക് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തു. ഈ അരച്ചെടുത്ത കൂട്ട് നമ്മുടെ ചക്കയിലേക്ക് മിക്സ് ചെയ്ത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അതെല്ലാവരും ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറ്. ഉലുവയിലാണ് വറുത്തിടുക. അപ്പം ഉലുവയിൽ വറുത്ത് അതിലേക്ക് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്ത് അത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് ആ വറുത്തെടുത്ത കൂട്ട് നമ്മുടെ ഈ വാങ്ങി വെച്ചിട്ടുള്ള ചക്കപ്പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു രസം. സാധാ കടുക് വറവിട്ടെടുക്കുന്നവരും ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം ഇതാണ്. ഈ രീതിയിൽ ഉണ്ടാക്കിയാലാണ് കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അതതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതിന് മുന്നേ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അടച്ച് കുറച്ച് നേരം കൂടെ അടുപ്പിൽ വയ്ക്കും. അതിനുശേഷം ചൂടോടെ നമുക്ക് എടുത്ത് വിളമ്പാം. എല്ലാവർക്കും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, സന്തോഷമായി. എല്ലാ വൈകുന്നേരങ്ങളിലും ഇങ്ങനെ ചായ പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവം ആയതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കുടി ഉഷാറായി. നന്നായിട്ട് കഴിച്ചു എല്ലാവരും. അപ്പോൾ ഇനി ചക്ക കിട്ടിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി തന്നെ വേണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ നാടൻ വിഭവങ്ങൾ കിട്ടുന്ന സമയത്ത് എപ്പോഴൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, കഴിക്കുക. ഇനി വരുന്ന കാലത്തൊന്നും ചിലപ്പോൾ ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും ആർക്കും ഇഷ്ടമാവണമെന്നില്ല. ഞാനും കുട്ടികളിത് കഴിക്കുന്നൊന്നും കരുതിയതല്ല, പക്ഷേ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി വിഭവമാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.